യോഗത്തിന്റെ അധ്യക്ഷൻ മിനിച്ചിലുന്ന സ്ഥാപനത്തിന്റെ ചെയർമാൻ ശ്രീ മനോജ് നായർ, യൂണിയന്റെ സെക്രട്ടറി ശ്രീ MC ശ്രീകുമാർ, മുഖ്യപ്രഭാഷണം നടത്തിയ ചേർത്തലയിലെ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ അഡ്വക്കേറ്റ് S. മുരളീകൃഷ്ണൻ അവർ, ശ്രീ ഡോക്ടർ B. വേണുഗോപാൽ പ്രതിനിധിസഭാംഗം, ശ്രീ ദിലീപ് കുമാരൻ പ്രതിനിധിസഭാംഗം, ശ്രീമതി സിന്ധു B. നായർ ട്രഷറർ വനിതാ, ശ്രീ അനിതകുമാർ നായർ, ശ്രീ N. ഗിരീഷ് കുമാർ, യൂണിയൻ ഭരണസമിതികൾ, ഈ വേദിയിൽ സദസ്സിലുള്ള ബഹുമാനരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, മീൻസിൽ താലൂക്ക് LSS യൂണിയന്റെ ഇളവൂർ മേഖലാ സമ്മേളനത്തിൽ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചത് ഞാൻ ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ശക്തി വിളിച്ചുകൊള്ളുന്ന ഈ മേഖലാ സമ്മേളനം വിജയമാകാൻ ഈ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരും ക്ഷീണം പരിശ്രമിച്ചുകൊണ്ട് സമുദായത്തിന് വേണ്ടിയുള്ള ഈ ആത്മാർത്ഥമായ ഈ പരിശ്രമത്തെ, ഈ പങ്കാളിത്തത്തെ നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഞാൻ ആദ്യമായി ചെയ്യുന്നത്. നമുക്കറിയാം, തിരുവിതാംകൂറിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നായർ പടയാളികളായി ടിപ്പു സുൽത്താന്റെ അധിനിവേശ കാലത്ത് ടിപ്പു സുൽത്താന്റെ ഏറ്റുമുട്ടിയതും തിരുവിതാംകൂറിൽ പോയ നായർ പടയാളികൾ, സാമൂതിരിക്ക് വേണ്ടി പോരാടിയതും നായർ പടയാളികൾ. ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചാൽ ആയുധങ്ങളേന്തി സഞ്ചാരികൾ, വിദേശ സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, കേരളം എന്ന ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ ഈ ഭൂഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ തിരുവിതാംകൂറിൽ അതുപോലെ മലബാറുമായി അന്ന് കണ്ടിരുന്ന നായർ എന്ന സമുദായത്തെ കുറിച്ച് പറയുന്നു. വിദേശ സഞ്ചാരികൾ എഴുതിയ പുസ്തകങ്ങളിൽ പറയുന്നത് വാളും കുന്തവും പരിചയം അമ്പും വില്ലും വരെ ധരിച്ച ആയുധങ്ങൾ ധാരികളായ നായർ വിഭാഗം എന്ന് പറയുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നെഞ്ചു വിരിച്ച് ആയുധധാരികളായി നടന്നു പോകുന്നത് കാണാമായിരുന്നു. നായരെ കുറിച്ച് ചരിത്രത്തിൽ തന്നെ അന്നത്തെ കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന സഞ്ചാരികൾ അവരുടെ യാത്രാ വിവരണ രേഖയിൽ എഴുതിയിരിക്കുന്നത് കേരളത്തെ ഈ തിരുവിതാംകൂർ മലബാർ മേഖലയിൽ പോയാൽ ശരീരമാസകരം ആയുധങ്ങൾ അണിഞ്ഞ് നെഞ്ചു വിരിച്ച് നടന്നു പോകുന്ന യോദ്ധാക്കളായ നായർ എന്നൊരു പ്രത്യേക വിഭാഗത്തെ അവിടെ കാണാൻ കഴിയും എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നായരുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് യുദ്ധമാണ്. ധീരന്മാരായ യോദ്ധാക്കളായിരുന്നു നായന്മാർ. അപ്പൊ അവരങ്ങനെയൊന്നും ആർക്കും പെട്ടെന്ന് വഴങ്ങുന്നവരല്ല. അവരെ ഉപദേശിച്ച് നന്നാക്കി ഒരു ധീരമായ നേതൃത്വത്തിന്റെ മന്നത്താകാൻ എന്ന മഹാനായ നേതാവിന്റെ പിന്നിൽ അണിനിരക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു സംഘടനാ ശേഷിയായി. കാരണം നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ചങ്ങഴി പറഞ്ഞില്ല, ചങ്ങഴിയുടെ നാടുകളാണെങ്കിൽ പറയുകയാണെന്ന് പറയും. നായര് പറയാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇറങ്ങിയിരിക്കത്തില്ല. അങ്ങനെയുള്ള സമുദായത്തെ, അത് ഇന്നൊന്നും തുടങ്ങിയല്ല, അന്ന് മുതലെങ്കിലും തുടങ്ങിയ സമുദായത്തെ ഒരു മുത്തുമാലയിലെ കുത്തുകൾ പോലെ പുറത്തിളക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന മന്നത്താനായ മഹാനായ വ്യക്തിയുടെ നേതൃത്വ പാഠത്തിന്റെ മികവാണ്, അദ്ദേഹത്തിന്റെ ആജ്ഞാശേഷിയാണ്, അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവമാണ്. നായർ പറയുന്നത് പണ്ട് പുരാണങ്ങളിൽ പറയും, നായർ സമുദായത്തിലുള്ള യുദ്ധത്തിന് പോകുമ്പോൾ സ്ത്രീകൾ അവരെ ഭാര്യമാരും അമ്മമാരും അവരെ തിലകം ചാർത്തി അയക്കുന്നതാണ്. അപ്പൊ തിലകം ചാർത്തി യുദ്ധത്തിന് വേണ്ടി അയക്കുമ്പോൾ ധീരന്മാരെ ആയുധധാരികളായ യുദ്ധത്തിൽ പോകുന്ന പുരുഷന്മാരെന്ന് പറയുന്നത് പടക്കളത്തിൽ നെഞ്ചിൽ വെട്ടേറ്റ് കിടന്നാൽ മാത്രമേ ഈ മൃതദേഹം തിരിച്ച് ഈ വീട്ടിലേക്ക് കയറ്റി വരൂ. അതായത് പിന്നിൽ വെട്ടേറ്റ് കിടന്നാൽ, പിന്നിൽ വെട്ടേറ്റ് കിടക്കുക എന്ന് പറഞ്ഞാൽ തോറ്റുപോകുന്ന വഴി പുറകിൽ നിന്ന് വിട്ടുകൊണ്ടുപോകുന്നതാണ്. പിന്നിൽ വെട്ടേറ്റ് വന്നാൽ ആ മൃതദേഹം ഇവിടെ കൊണ്ടുവരേണ്ടതില്ല. മുന്നിൽ വെട്ടേറ്റ് വന്നാൽ, നെഞ്ചിൽ വെട്ടേറ്റ് അല്ലെങ്കിൽ കഴുത്ത് മുറിച്ച് മരിച്ചു കിടന്നാൽ ആ മൃതദേഹത്തെ ആദരവോടെ ഈ വീട്ടിൽ കയറ്റുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്ത് അഭിമാനത്തോടെ തിലകം ചാർത്തി സ്വന്തം ഭർത്താവിനെയോ അല്ലെങ്കിൽ സ്വന്തം മകനെയോ സ്വന്തം സഹോദരനെയോ യാത്രയാക്കുന്ന സ്ത്രീകളാണ് അന്നുണ്ടായിരുന്നത്. നായർ സമുദായത്തിലെ എന്നാൽ ഒരു കാലത്ത് സ്ത്രീകൾക്ക്
നമ്പൂതിരി സമുദായത്തിൽ അന്തർജനങ്ങളായി മുഴുവൻ അടച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നായർ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും അഭിമാനത്തോടെ മുന്നോട്ട് പോകാനും അവസരം ഒരുക്കിയ ഒരു സമുദായമാണ് നായർ സമുദായം. പിന്നെ കാലകാലങ്ങളിൽ പുരുഷ മേധാവിത്വം കടന്നു വന്ന് സ്ത്രീയെ വീട്ടിന്റെ അടുക്കളയ്ക്കുള്ളിലേക്ക് ഒതുക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നു. ആ കാലഘട്ടത്തിലാണ് ശ്രീ മന്നത്ത് ആചാര്യൻ രംഗത്ത് വരുന്നത്. നമുക്കറിയാം, പഴയ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ, തിരുവിതാംകൂർ രാജ്യത്തിനെടുത്ത് പരിശോധിച്ചാൽ നായർ സമുദായങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്. ഇവിടെ ക്ഷത്രിയൊന്നുമില്ല, അത് വെറുതെ പറയുന്ന ക്ഷത്രിയെന്നുള്ളതായിട്ട് ചരിത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല. കേരളത്തിൽ ക്ഷത്രിയ ആര്യന്മാരുണ്ടായിരുന്നു വടക്കേ ഇന്ത്യയിൽ. പക്ഷെ ക്ഷത്രിയ വംശത്തിൽ വംശമൊന്നുമല്ല, രാജാക്കൾ നായർ സമുദായം തന്നെയാണ്. ആ രാജാവിന്റെ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് അമ്മ മഹാറാണിമാരായിരുന്നു. തിരുവിതാംകൂർ രാജഭരണത്തിന്റെ നല്ലൊരു കാലം ഭരിച്ചിട്ടുള്ളത് സ്ത്രീകളായിരുന്നു മനസ്സിലാക്കുക. ചിത്രലേഖ മഹാരാജാവിന്റെ അമ്മ, അതിനു മുമ്പ് സ്വാതിനാളിന്റെ അമ്മ, ഇങ്ങനെ അമ്മമാരാണ് രാജ്യം ഭരിച്ചിരുന്നത്. മാത്രമല്ല പുരുഷന്മാരായ മാർത്താണ്ഡവർമ്മയുടെ കാലം കുറിച്ച് എല്ലാ കാലഘട്ടങ്ങളിലും അമ്മമാരും കുഞ്ഞമ്മമാരുമാണ് ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത്. ആധുനിക കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് അമ്മ മഹാറാണിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് തിരുവിതാംകൂറിലെ രാജാവ് തിരുവനന്തപുരത്ത് നിന്ന് ഭരിച്ചിരുന്നത്. അപ്പൊ ചരിത്രത്തിൽ സ്ത്രീക്ക് അത്രത്തോളം വലിയ പ്രാധാന്യമാണ് ഉണ്ടായിരുന്നത് ഒരു കാലം. അവിടെ നിന്നുകൊണ്ട് സ്ത്രീ ദുർബലയും വിദ്യാഭ്യാസമില്ലാത്തവളും അടുക്കളയുടെ മൂലയിൽ കൊണ്ടുകൊണ്ടവരാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നായർ സമുദായത്തിന്റെ ഉന്നതിക്കായി മന്നത്ത് ആചാര്യൻ രംഗത്ത് വരുന്നത്. അദ്ദേഹം ആദ്യമായി ചെയ്തറിയാമല്ലോ, നായർ സമുദായത്തിന് വേണ്ടി നായർ വൃദ്ധജന സംഘം രൂപീകരിക്കുക. ഇന്നത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ നാമമാണ്. ഇത് രൂപീകരിച്ചു കഴിയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉമ്മറത്ത് തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഈ ഒരു മഹാപ്രസ്ഥാനത്തിന് തിരിതെളിക്കാൻ സ്വന്തം അമ്മയെ ചുമതലപ്പെടുത്തുകയാണ്. ഒരു സ്ത്രീ, ഇന്ന് നമ്മൾ പറയും സ്ത്രീ സംവരണമുണ്ട്, 50%, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, മുനിസിപ്പൽ ചെയർമാനുണ്ട്, മേയറുണ്ട് എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ അന്ന് സ്ത്രീ അകത്തളത്തിൽ കഴിയേണ്ടവളാണ്. മരുമക്കത്തായ സംവിധാനങ്ങൾ സംബന്ധമൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീ വീട്ടിന്റെ ഉള്ളിൽ അടച്ചിരിക്കുന്നവളാണ്. അവൾക്ക് പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല. ഒരു പരിധിക്കപ്പുറം വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം മാതാവിനെ കൊണ്ട് തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനം, നായർ സമുദായത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും ഒന്നിപ്പിക്കാനും വിഘടിച്ചിരിക്കുന്ന ഈ സമുദായത്തിന്റെ ഐക്യം ഉറപ്പിക്കാനും ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തം പ്രിയ മാതാവിനെ കൊണ്ട്, ഒരു സ്ത്രീയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ ദീപം തെളിയിച്ചത് എന്ന് അഭിമാനത്തോടെ നമ്മൾ ഓർക്കണം. പിന്നീട് ഇങ്ങോട്ട് നായർ സമുദായത്തിലെ സ്ത്രീകൾ നേരിടുന്ന അനാചാരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ മന്നത്ത് ആചാര്യൻ പരിശ്രമിച്ചു. ആ ന്യായമുണ്ടാകുന്ന മരുമക്കത്തായ നല്ലൊരു ന്യായം പറയുന്നത്, ഭർത്താവ് യുദ്ധത്തിന് പോകുമ്പോൾ മരിച്ചുപോയാൽ അമ്മാവൻ സഹോദരിയെയും മക്കളെയും നോക്കിക്കൊള്ളണം, സഹോദരൻ സഹോദരിയെയും മക്കളെയും നോക്കണം. അതാണ് അമ്മാവന്റെ സ്വത്തിന് അവകാശം വന്നത്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഒരു മുട്ടാപ്പത്തെ ന്യായമാണ്. അതായത് സ്വത്തുക്കൾ, അച്ഛന്റെ സ്വത്തിന് മകന് അവകാശമില്ല, മകൾക്ക് അവകാശമില്ല, അച്ഛന്റെ വാത്സല്യത്തിന് അവകാശമില്ല, അമ്മാവന്റെ നിയന്ത്രണത്തിലാണ് നിൽക്കേണ്ടത്. അതിന് പറഞ്ഞ ന്യായം എന്ന് പറയുന്നത്, പുരുഷന്മാരെല്ലാം യുദ്ധത്തിന് പോകും, യുദ്ധത്തിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ കുടുംബം അനാഥമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മാവൻ സഹോദരിയെ ഭർത്താവ് യുദ്ധത്തിൽ പോയി മരിച്ചാൽ സഹോദരൻ നോയിക്കോളമാണ്. അതിനകത്ത് മറിച്ചൊരു വേണ്ടി സഹോദരന്റെ യുദ്ധത്തിൽ പോകുന്ന എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് അതൊക്കെ അന്ന് ആളുകളെ കബളിപ്പിക്കാൻ ഉണ്ടാക്കിയിരുന്ന കാര്യമാണ്. ഓരോരുത്തരുടെ ലാഭങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അത്തരം അനാചാരങ്ങൾ ഉണ്ടാകും. സംബന്ധം, മന്നത്ത് ആചാര്യന്റെ അച്ഛൻ പോലും ഒരു നമ്പൂതിരി വന്ന് സംബന്ധം കഴിച്ചു പോവുകയും അതുണ്ടായ മകനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം തന്നെ ജീവിതത്തിൽ പറയുന്നത്, എന്റെ അത് മുഖ്യമന്ത്രി സാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ അതിന്റെ തുടർന്ന് അദ്ദേഹം പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഒരു വാത്സല്യം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അച്ഛന്റെ വാത്സല്യം, ആ വാത്സല്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ച വ്യക്തിയിൽ നിന്നാണ്. ഒരു പിതാവിന്റെ വാത്സല്യവും സംരക്ഷണവും അനുഭവിക്കാൻ കഴിഞ്ഞതാണ്. അപ്പൊ സ്വന്തം പിതാവിന്റെ മടിയിൽ ഇരുന്ന് വാത്സല്യം അനുഭവിക്കാനുള്ള, അദ്ദേഹത്തിന്റെ ലാളന അനുഭവിക്കാനുള്ള ഭാഗ്യം നായർക്ക് നൽകിയത്, നായർ സമുദായത്തിലെ പുരുഷനും സ്ത്രീക്കും ഇന്ന് ലഭിച്ചിരിക്കുന്ന ആ സൗഭാഗ്യം നമുക്ക് ലഭിച്ചത് മന്നത്ത് ആചാര്യൻ. അമ്മാവന്റെ മടിയിൽ വാത്സല്യം കിട്ടുന്നതിനേക്കാൾ സന്തോഷം അച്ഛന്റെ മടിയിൽ വാത്സല്യം കിട്ടുന്നതാണ്. അമ്മാവന്റെ വാത്സല്യം കൂടി കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അച്ഛന്റെ വാത്സല്യം കിട്ടാതെ അമ്മാവന്റെ വാത്സല്യം കിട്ടിയിട്ട് കാര്യമില്ല. അച്ഛന്റെ വാത്സല്യം മാത്രമല്ല, അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലമായി അച്ഛന്റെ സ്വത്തുക്കളും അച്ഛന്റെ സമ്പാദ്യങ്ങളും എല്ലാം അനുഭവിക്കാൻ മക്കൾക്ക് ഭാഗ്യമുണ്ടാകുന്ന മരുമക്കത്തായം എന്ന പിന്തിരിപ്പൻ ആശയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മക്കത്തായം കൊണ്ടുവന്നുകൊണ്ട് മക്കൾക്ക് അവകാശം കിട്ടുന്ന അച്ഛന്റെ എല്ലാ അവകാശങ്ങളും സ്നേഹവും വാത്സല്യവും നായർ സമുദായത്തിന് വാങ്ങിത്തന്ന മഹാനാണ് മന്നത്ത് ആചാര്യൻ.
അത്രയും വലിയൊരു മനുഷ്യൻ സംഘടിപ്പിച്ച ഒരു സംഘടനയാണ്. 40 വിഭാഗമായി വന്ന നായരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. പലതരം നായര, 100 തരം നായർ, 14 തരം നായരുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ കൊണ്ടുവന്ന് നായർ വേറെ, മേനോൻ വേറെ, നമ്പ്യാർ വേറെ, ഇങ്ങനെ പോകും. ഇവരെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു സമുദായത്തിന്റെ കുടക്കീഴിൽ കൊണ്ടുവരികയും അതിന് നായകത്വം വഹിക്കുകയും നെടുനായകത്വം വഹിക്കുകയും ചെയ്ത മഹാനായ മന്നത്താചാര്യൻ കെട്ടിപ്പിടിച്ച ഈ മഹാപ്രസ്ഥാനത്തെ തളർത്തുവാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കും. ഇത് കെട്ടിപ്പടുക്കുന്ന നിസ്സാരമായ കാര്യമല്ല. ഞാൻ പറഞ്ഞ ഒരാൾക്ക് മറ്റൊരാൾ വഴങ്ങാത്തൊരു സമുദായം, ആരും ആരെക്കാൾ മോശമല്ലാത്തൊരു സമുദായം, അവരെ ഒന്നിപ്പിക്കാൻ ഒരു മഹാനായ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്രശക്തിയില്ല തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഞാൻ നായർ സർവീസ് സൊസൈറ്റിയിൽ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ വളരെ ജൂനിയറായിട്ടുള്ള ആളാണ്. എന്റെ അച്ഛൻ 64 വർഷം നായർ സർവീസ് സൊസൈറ്റിയുടെ പത്തനാപുരം NSS താലൂക്കിനെ നയിച്ചിട്ട് അദ്ദേഹം മരണമടയുന്നതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്. ഈ സമുദായത്തിന്റെ ഈ സംഘടനയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന യാതൊരു പ്രവൃത്തിയിലും നമ്മൾ കൂടെ നിൽക്കാൻ പാടില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അവസാനം മരിക്കുന്നതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, നീ വൈകിട്ട് നേരത്തെ വരണം, പത്തനാപുരത്ത് പോയിട്ട് ഒരു എത്ര മണിക്ക് വരാം? 4 മണിക്ക് വരാം. അപ്പൊ 3:30 തന്നെ എന്റെ ഓഫീസിൽ വിളിച്ച് ആരെയും വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അദ്ദേഹം മരിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. കാരണം എന്നോട് പറഞ്ഞു, രാവിലെ എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ അമ്മയെ സ്വപ്നം കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹം ഉണ്ടാകും. അപ്പൊ എന്നോട് അതല്ല, അച്ഛൻ പറഞ്ഞു എന്റെ അച്ഛനെയും അച്ഛന്റെ അമ്മയൊക്കെ, അതായത് അച്ഛൻ അമ്മയും അച്ഛനെയൊക്കെ സ്വപ്നത്തിൽ കാണാറുണ്ട്. ഒരു 3 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ അമ്മയെ ഒരിക്കലും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിന്റെ അമ്മയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല, എന്നെ വിളിക്കാൻ നമ്മളായിരിക്കും എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു, വൈകിട്ട് നീ നേരത്തെ വരണം, മുറിയടച്ച് എന്നോട് അടുത്തിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഏറ്റവും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ആ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോകണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അതൊക്കെ നിനക്കറിയാം, നിന്റെ ഇഷ്ടം പോലെ അത് ചെയ്തു കൊണ്ടുപോവുക, നന്നായി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു, നായർ സർവീസ് സൊസൈറ്റി എന്റെ ജീവശ്വാസമായിരുന്നു. അന്നത്തെ ആചാര്യോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഞാൻ ആ സമുദായത്തെയും സൊസൈറ്റിയെ സ്നേഹിക്കുകയാണ്. 64 വർഷം താലൂക്കിന്റെ പ്രസിഡന്റായി. താലൂക്കിലെ കോടിക്കണക്കിന് ആസ്തിയുണ്ട്. അതിൽ നിന്ന് ഒരു പണം പോലും നഷ്ടപ്പെട്ടു പോകാതെ നീ എന്നെ സംരക്ഷിക്കും. ഞാൻ മരിച്ചാൽ നീ ആയിരിക്കും താലൂക്കിന്റെ പ്രസിഡന്റ്. അത് വളരെ ശ്രദ്ധിക്കണം. നീ വൈസ് പ്രസിഡന്റാണ്, പ്രസിഡന്റാണ്. നീ വളരെ ഒരു പൈസ പോലും നഷ്ടപ്പെടുന്നത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണല്ല. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ഈ സമുദായത്തിന്റെ സംഘടനാശേഷി നായർ സർവീസ് സൊസൈറ്റി അതിനെ തകർക്കുന്ന യാതൊരു പ്രവൃത്തിക്കും നമ്മൾ കൊണ്ടു നിൽക്കാൻ പാടില്ല എന്നത്. നമ്മളെ നിലവിൽ അച്ഛൻ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും 64 വർഷം ഈ സമുദായത്തെ മുന്നേറി നയിക്കുകയും മന്നത്താചാര്യനൊപ്പം നായർ സർവീസിന്റെ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ ഭാഗ്യത്തിനുടമയായിരുന്നു ശ്രീ ബാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞത്, ഇതിനെ തകർക്കാൻ നടക്കുന്ന ഒരു ഗൂഢാലോചനയും തുറന്നു നിൽക്കാൻ പാടില്ല. നീ NSS ജനറൽ സെക്രട്ടറിയായ നീ സുകുമാരൻ നേതൃത്വം നിൽക്കണം. മന്നം പറഞ്ഞ ആശയം അനുസരിച്ച്, അച്ഛൻ പറയുന്ന മൂക്കിലെന്നാണ്, മൂക്കിൽ പറയുന്ന ആശയം അനുസരിച്ച് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് സുകുമാരൻ നായർ മാത്രമാണ് എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലമുള്ള കാലം വരെ നീ സുകുമാരൻ നായരെ കൂടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വാക്കാണ്. ഞാനത് പറയാൻ എനിക്ക് മടിക്കില്ല. ഇതിന് മുമ്പ് പറഞ്ഞിട്ട് ഇപ്പൊ ആവർത്തിച്ച് പറയുക. നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട വരുന്നതുകൊണ്ടല്ല, ഈ മഹാപ്രസ്ഥാനം തകരാൻ പാടില്ല എന്നുള്ളത്. ഈ കരയോങ്ങൾ ഉണ്ടാക്കിയതാണ്. അന്നത്തെ ആചാര്യം കരയോ ഉണ്ടാക്കിയ നായന്മാർ കൂടി ഒരു ചർച്ച ചെയ്യാനാണ്. എന്ത് ചർച്ച ചെയ്യാനാണ്? സമുദായത്തിന് തന്നെ കുറിച്ച് ചർച്ച ചെയ്യും, പ്രാദേശികമായി വേണ്ട മാറ്റങ്ങളെ കുറിച്ചും പുരോഗതികളെ കുറിച്ചും ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആചാര്യൻ കരയോങ്ങൾ മന്ദിരങ്ങൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കരയോമന്ദിര വേണ്ടിയിട്ടുണ്ട്. ആ മെതിയടികളുമായി മടങ്ങി വന്ന 12 ശ്രീരാമന്റെ വനവാസ കാലം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവരെ സിംഹാസനത്തിൽ ശ്രീരാമന്റെ പാദങ്ങൾ വെച്ചുകൊണ്ട് രാജ്യം പൂജിച്ച് രാജ്യം ഭരിച്ച ഭരതനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അന്നത്തെ ആചാര്യൻ എന്താണോ മുന്നോട്ട് വെച്ച ആശയം, ആ ആശയങ്ങളെയും ആഗ്രഹങ്ങളെയും അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ടാണ് ജി സുകുമാരൻ നായർ സർവീസ് സൊസൈറ്റിയെ നയിക്കുന്നത് എന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും. ഞാൻ അടുത്തു നിന്ന് കാണുന്നവരാണ്. ദൂരെ നിൽക്കുന്നവർക്ക് അങ്ങനെ കിട്ടാം, കുറ്റം പറയാം, അങ്ങനെ എളുപ്പമാണ്. ഒരു സംഘടന, അത്രയും വലിയൊരു സംഘടനയെ തകർക്കാൻ ഏത് കഴിവ് കെട്ടവന്മാർക്കും ഏത് ക്ഷുദ്രജീവികൾക്കും മാറി നിന്ന് കൊടുക്കാം. ഞാൻ ആലോചിക്കും, NSS എതിരായിട്ടൊക്കെ ഒരുപാട് കേസുകൾ പലരും കൊടുക്കുന്നു. ഞാൻ പക്ഷെ എന്റെ അച്ഛനോട് കൊടുത്തൊരു വാക്കുണ്ട്, അത് ഞാൻ പാലിക്കും. ഈ പ്രസ്ഥാനത്തിൽ തകർച്ചയ്ക്കുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറിയുടെ ഒപ്പം നിൽക്കും, അതിനകത്തൊരു സംശയം വേണ്ട. ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആര് ശ്രമിച്ചാലും ഞാനെന്നല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഓരോ സഹോദരിമാരും സഹോദരന്മാരും മുതിർന്ന വ്യക്തിത്വങ്ങളും
നിങ്ങൾ ഓരോരുത്തരും ഇതിനെ തകർക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞയാണ്. ഇത് ഇത്രയും കൂട്ടായിട്ട് നീങ്ങും. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണം ഇവിടെ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഈ പ്രശ്നത്തിനൊന്നും ഈ മഹാപ്രസ്ഥാനത്തെ തൊടാൻ പറ്റില്ല. ഒരു മണ്ഡലം കൊണ്ട് മാത്രമേ കടൽത്തിരക്കെതിരെ നീന്താൻ, കടലിലെ സുനാമിക്കെതിരെ നീന്തെന്ന് പറയും. ചില നേരത്ത് കാട്ടാന വരണ്ടു വരിക, കൊമ്പനാന വരണ്ടു വരും, മതിച്ചു വരും, കൊമ്പിൽ പിടിച്ചു നിർത്താമെന്ന് വിചാരിക്കുന്ന മണ്ടന്മാർ. ഇതൊരു മഹാപ്രസ്ഥാനം. ഒരു കരയോ ഒരു താലൂക്കിനൊന്നും അല്ല. എല്ലാ താലൂക്ക് യൂണിയനുമുണ്ട്, 10,000 കരയോങ്ങളുണ്ട്. ഇതെല്ലാം ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒരു ദിവസം രാവിലെ എന്തെങ്കിലും കുതന്ത്രത്തിലൂടെ പിടിച്ചെടുക്കാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നായർ സർവീസ് സൊസൈറ്റി പിടിച്ചെടുക്കാനോ SNDP പിടിച്ചെടുക്കാനോ ഒന്നും കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇത് രാഷ്ട്രീയത്തിന് അതീതമായ പ്രസ്ഥാനമാണ്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ഇതൊന്നും പിടിച്ചെടുക്കാൻ, ഇത്തരം സമുദായ സംഘടനകളെ തകർക്കാനോ പിടിച്ചെടുക്കാനോ രാഷ്ട്രീയ പാർട്ടികൾ കഴിയുമായിരുന്നെങ്കിൽ അവർ നേരത്തെ അത് സാധിച്ചത്. നടക്കത്തില്ല. ഇതിൽ രാഷ്ട്രീയമില്ല. മന്നത്ത് ആചാര്യൻ പറഞ്ഞതുപോലെ തന്നെയാണ് ജനറൽ സെക്രട്ടറിയും പറയുന്നത്. രാഷ്ട്രീയത്തിന്റെ ഏത് കൊടിയും നിങ്ങൾക്ക് പിടിക്കാം. ആ കൊടി പതാകങ്ങൾ പുറത്തു വെച്ചിട്ട് വേണം കരയോഗത്തിന്റെ ഓഫീസിലേക്ക് കയറി വരാൻ. NSSലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ പുറത്തു പിടിക്കുന്ന രാഷ്ട്രീയ കൊടികൾ പുറത്തു വെച്ചിട്ട് വേണം വരാൻ. ഇത് വേറൊരു പ്രസ്ഥാനമാണ്. ഒരു താൻ ജനിച്ച സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കാൻ, ആ സമുദായത്തിലെ ഇതര സമുദായ അംഗങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, മറ്റ് സമുദായങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. അല്ലാതെ നായർ മാത്രം കേരളത്തിൽ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതല്ല. നമുക്കറിയാം, ദളിത് വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന്, സാധുജനങ്ങളെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് തന്നോടൊപ്പം ഇരുത്തി ഭക്ഷണം നൽകി അവരുടെ ആഹാരം കഴിച്ച പാത്രങ്ങൾ സ്വന്തം മാതാവിനെ കൊണ്ട് വൃത്തിയാക്കി വെക്കാൻ മനസ്സ് കാണിച്ച മഹാനായിരുന്നു മന്നത്ത് പത്മനാഭൻ. അന്ന് തീണ്ടലും തൊടിയിലും താഴ്ന്ന ദളിത് വിഭാഗത്തിലെ പാവങ്ങളെ കണ്ടാൽ വഴിമാറി നടക്കാൻ പ്രഖ്യാപിച്ചിരുന്ന കാലത്ത് അവരെ വീട്ടിൽ ഇരുത്തി ഒപ്പമിരുത്തി ഭക്ഷണം നൽകി അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞ പാത്രം, ഇലയും പാത്രങ്ങളും മാതാവിനെ കൊണ്ട് മാതാവ് തന്നെ വൃത്തിയാക്കി വയ്ക്കുന്ന ഒരു കുടുംബ പാരമ്പര്യമാണ് അന്നത്തെ ആചാര്യനുണ്ടായിരുന്നത്. അപ്പൊ ഇത്ര വിശാലമായ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈ പറയുന്ന നവോത്ഥാന പ്രസംഗങ്ങൾക്കൊക്കെ മുമ്പ് തന്റെ വീട്ടിനുള്ളിൽ അദ്ദേഹം ഈ വർണ്ണ വിവേചനങ്ങളെ മാറ്റി നിർത്തിയ മഹാനാണ്. അത്തരത്തിലൊരു വ്യക്തി കെട്ടിപ്പടുത്തൊരു മഹാപ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നാമകേടാണെന്നോ ഇത് വലിയ കുഴപ്പം ചെയ്യുമെന്നോ ആരും ധരിക്കരുത്. അവനവൻ ജനിച്ച സമുദായത്തിൽ, ഞാൻ ഇന്ന സമുദായത്തിൽ ജനിച്ചവനാണെന്ന് പറഞ്ഞു. നായരെങ്കിൽ നായർ. ഒരാൾ പറഞ്ഞു ഞാൻ പുതിയ സമുദായത്തിൽ ജനിച്ചവനാണ്, അഭിമാനത്തോടെ പറയണം. എന്തിന് ലജ്ജിക്കണം? ആരോട് ലജ്ജിക്കണം? മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്. മതങ്ങളെ സൃഷ്ടിച്ചത് മാത്രമേ മനുഷ്യനുള്ളൂ. അപ്പൊ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മനുഷ്യനായിട്ടാണ്. ആ മനുഷ്യനായി ഞാൻ അപേക്ഷ കൊടുത്തിട്ടല്ലോ നായരായിട്ട് ജനിക്കുന്നത്. ഒരാൾ പുതിയ സമുദായത്തിൽ ജനിക്കുന്നത് അപേക്ഷ കൊടുത്തിട്ടാണോ? അല്ല. അപ്പൊ അയാൾ അഭിമാനത്തോടെ ഞാൻ ഇന്ന സമുദായത്തിൽ ജനിച്ചവനാണ് എന്ന് പറയാൻ, ആ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ഒരുമിച്ച് നിൽക്കാൻ, കൂട്ടായ്മ ഉണ്ടാക്കാൻ മടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ NSSൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു കുറച്ചിലെന്ത് കാര്യമൊന്നുമില്ല. അഭിമാനത്തോടെ പ്രവർത്തിക്കാം. അതിനൊന്നും ആരും ഒരു എതിരല്ല, അതിന് മറ്റുള്ളവരെതിരല്ല, മറ്റ് സമുദായങ്ങളെതിരല്ല. നായർ സർവീസ് സൊസൈറ്റിയുടെ പല മഹാസമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ രാജ്യത്തെ പ്രമുഖരായ പല ബിഷപ്പുമാരാണ് ചെയ്തിട്ടുള്ളത്. മന്നത്തിന്റെ ജയന്തി സമ്മേളനങ്ങളിൽ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം തവണകളിലും ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ബിഷപ്പുമാരാണ് അദ്ദേഹത്തിന്റെ ജന്മജയന്തി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ മതേതരത്വത്തിന്റെ അടയാളമായിട്ടാണ്. അപ്പൊ ഇതിനെ തകർക്കുക എന്ന ലക്ഷ്യം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റു ചില സ്വാധീനങ്ങൾ ഉപയോഗിച്ച് കള്ളക്കേസുകൾ കൊടുത്ത് നിർമ്മിക്കുന്നില്ല. ഒരുമിച്ച് നിൽക്കുന്ന സംഘടനാ ശക്തി, അതാണ് ഈ മേഖലാ സമ്മേളനത്തിന്റെ വിജയത്തിലൂടെ നമ്മൾ കാണുന്നത്. ഒരുമിച്ച് നിൽക്കണം, നമുക്കൊരു ശക്തമായ നേതൃത്വം, ആ നേതൃത്വത്തോടൊപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. നമുക്ക് ഓരോരുത്തർക്കും നേതാവാകാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മുടെ നേതാവിനോടൊപ്പം നിൽക്കുക, നമ്മുടെ നേതൃത്വത്തോടൊപ്പം നിൽക്കുക. അദ്ദേഹം ശരിയായ ദിശയിൽ നമ്മളെ നയിക്കുന്നുണ്ട്. ആ ദിശയിൽ നമ്മളും യാത്ര ചെയ്യും. മന്നത്ത് ആചാര്യൻ വഴികാട്ടിയ വഴികളിലൂടെ തന്നെയാണ് CG സുകുമാരൻ നായർ സാർ ഇതിനെ മുന്നോട്ട് നയിക്കുന്നത്. അത് അദ്ദേഹമായി അടുത്ത് നിൽക്കും മനസ്സിലാക്കും. ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ, ആരുടെയും മുന്നിൽ തലവെളിക്കാതെ, യാതൊരു അപാകതകളുമില്ലാതെ വളരെ സുതാര്യമായി, സുദൃഢമായി, സുശക്തമായി ഈ പ്രസ്ഥാനം നയിക്കുന്ന നേതൃത്വത്തോടൊപ്പം നമ്മൾ അണിനിരക്കണം. ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സംഘടനയെ കൂടുതൽ ബലപ്പെടുത്താൻ, ഇതിലൂടെ ഈ സമൂഹത്തിലും സമൂഹത്തിനും ഒക്കെ നന്മയുണ്ടാകുന്ന പ്രവർത്തികളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. അതിനായി ഒന്നിച്ചു നിൽക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിൽ വേണം ഈ സമ്മേളനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ
അടിയുറച്ചു നിർത്തുകയും ഈ സമുദായത്തെ തകർക്കാനുള്ള ഒരു പദ്ധതികൾക്കും എൻ്റെ ചിന്തകളിൽ പോലും സ്ഥാനം ഉണ്ടാകുക എന്ന പ്രഖ്യാപനത്തോടെ നമ്മൾ ഓരോരുത്തർപ്പെടുന്ന് മടങ്ങണം എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച് എല്ലാവരോടും നന്ദി പറയുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ വരണം, ഇതിൽ പങ്കെടുക്കണം എന്ന് എന്നോട് നിർദ്ദേശിച്ച ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മഹാസമ്മേളനം നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ മന്നത്താജിന്റെ ആത്മീയമായ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.